നിമിഷം കാത്തുവും അത്രയേറെ ആഗ്രഹിച്ചിരുന്നു അവനെ. ആവേശത്തോടെയുള്ള ചുംബനം വന്യമാകുമ്പോൾ കാത്തുവിൻ്റെ കരങ്ങൾ അവൻ്റെ മുടിയിലും പുറത്തുമെല്ലാം തഴുകിയും തലോടിയും നീങ്ങുന്നുണ്ടായിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പ് ഇരുവരെയും മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചു എന്നതാണ് സത്യം. അലോഷി കാത്തുവിൻ്റെ അരയിൽ പിടിച്ചുയർത്തി. അവളുടെ കൈകൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് ഒന്നുയർന്ന് കാലുകൾ അവൻ്റെ ഇടുപ്പിൽ ചുറ്റി. അലോഷി ചുണ്ടുകൾ അടർത്തി മാറ്റാതെ തന്നെ കാത്തുവിനെ കൂടുതൽ അടുപ്പിച്ചു. നനവ് വിട്ടുമാറാത്ത അവളുടെ ഉടലും വെള്ളമിറ്റു വീഴുന്ന മുടികളിലെ തണുപ്പും അലോഷിയുടെ ശരീരത്തെ കൂടുതൽ ചൂടാക്കി. കീഴ്ചുണ്ടിൽ നിന്നവൻ്റെ ചുണ്ടുകൾ വന്യതയോടെ മേൽചുണ്ടിലേക്ക് ചേക്കേറി. കാത്തു ഒന്നുയർന്നു പൊങ്ങി അവൻ്റെ പുറത്ത് അള്ളിപ്പിടിച്ചു. ഇടയിൽ എപ്പോഴോ അവളുടെ മൂളൽ അവനിൽ ആവേശം വർദ്ധിപ്പിച്ചതേയുള്ളൂ. ആത്മാവിലേക്ക് തുളഞ്ഞു കയറുന്ന ചുംബനം. തെല്ലൊരു നേരത്തിനു ശേഷം അവനോടൊപ്പം മത്സരിച്ചു കൊണ്ടിരുന്നവളുടെ അധരങ്ങൾ കുഴഞ്ഞുപോയത് അലോഷി മനസ്സിലാക്കി. അടച്ചു പിടിച്ചിരിക്കുന്ന കണ്ണുകൾ അലോഷി തുറന്നു. കാത്തു നന്നെ തളർന്നു പോയിരുന്നു. അവളുടെ കണ്ണിൽ നിന്നാ ഭാവം തിരിച്ചറിഞ്ഞതുപോൽ പതിയെ അവൻ്റെ ചുണ്ടുകൾ വേർപെടുത്തി അലോഷി കാത്തുവിൻ്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു വെച്ചു. കിതക്കുന്നുണ്ടായിരുന്നു ഇരുവരും. കാത്തു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ്റെ അരയിൽ കാലുമുറുക്കി കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച നെഞ്ചിൽ തലമുട്ടിച്ചു. അപ്പോഴും നേരെയായിട്ടില്ലാത്ത ശ്വാസം വരുതിയിലാക്കാൻ അലോഷിയുടെ കരങ്ങൾ അവളുടെ പുറത്തൂടെ വളരെ മൃദുവായി തലോടുന്നുണ്ടായിരുന്നു. ഐ മിസ്ഡ് യു പറയെ വിങ്ങിപ്പോയവൾ. അലോഷിയുടെ കൈകൾ അവളിൽ മുറുകി. അവൻ്റെ നെഞ്ചിൽ പടരുന്ന ചൂടുപോലെ കാത്തുവിൻ്റെ കഴുത്തിലും ഇറ്റു വീഴുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുനീർ. സുഖല്ല പെണ്ണെ നിനക്കും വാവക്കും. അലോഷി അവളുടെ മുഖമുയർത്തി കണ്ണിലേക്ക് ഉറ്റുനോക്കി. കാത്തുവിൻ്റെ നിറഞ്ഞൊഴുകുന്ന മിഴികൾ വിങ്ങലോടെ അതേന്ന് മൊഴിയുമ്പോഴേക്കും അലോഷി അവളുടെ കണ്ണുനീരിനെ ചുണ്ടുകളുണ്ട് ഒപ്പിയെടുത്തിരുന്നു. എന്താ കാണാൻ വരാഞ്ഞേ? കാത്തുവിൻ്റെ ചുണ്ടുകൾ അതിവേഗം കൂർത്തു. കൊച്ചു കുഞ്ഞിനെ പോലെ അവളുടെ ഭാവം പെട്ടെന്ന് മാറിയതും അലോഷി ചുണ്ടുമലർത്തി. നീയല്ലേ നിന്റെ തന്തയുടെ കൂടെ പോയാൽ മതിയെന്ന് പറഞ്ഞ്? നിന്റെ തന്തയുടെയും പഴയ കാമുകൻ്റെയും ഇടയിൽ കിടന്ന് പിടിവാശി കാണിക്കാൻ നമ്മളെ കൊണ്ടാവില്ലേ? അലോഷി പുച്ഛിച്ചുകൊണ്ട് ചുണ്ടുകൂട്ടിയതും കാത്തുവിൻ്റെ മുഖം വീർത്തു. ചുവന്നു വീർത്ത് വന്ന പെണ്ണിൻ്റെ മുഖം കാണെ അലോഷി അറിയാതെ ചിരിച്ചുപോയി. എന്നെ വിട്. പിടക്കാതിൻ്റെ പെണ്ണെ. കുതറി തെറിച്ചിറങ്ങാൻ നിന്നെങ്കിലും അലോഷി കാത്തുവിനെ ഒന്നുകൂടി അടക്കിപ്പിടിച്ചു. വിടടാ തെണ്ടി എന്നെ, തെമാടി വിടടാ. അവൻ്റെ പുറത്തു നെഞ്ചിലും ദേഷ്യത്തിലും വാശിയിലും അടിച്ചുകൊണ്ടേയിരുന്നവൾ. അലോഷി മീശത്തുമ്പ് കടിച്ചൊന്ന് ചിരിച്ചു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണ് കാത്തു അവൻ്റെ നെഞ്ചിൽ രോമത്തിൽ അമർത്തി കടിച്ചു വലിച്ചത്. വേദന കൊണ്ട് അലോഷി അലറിപ്പോയി. അവൻ്റെ കൈ അയയുന്ന തക്കം കൊണ്ട് ഓടി രക്ഷപ്പെടാനായിരുന്നു പെണ്ണിൻ്റെ പ്ലാൻ. എങ്കിലും അലോഷി പിടിവിടാതെ തന്നെ അവളുമായി ബെഡിലേക്ക് വീണിരുന്നു. പെട്ടെന്നുള്ള വീഴ്ചയിൽ പെണ്ണിനെന്തേലും പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ അലോഷി തിരിഞ്ഞായിരുന്നു ബെഡിലേക്ക് കിടന്നത്. ഇപ്പോൾ അലോഷിക്ക് മേലെയായിട്ടാണ് കാത്തുവിൻ്റെ കിടപ്പ്. കൂർപ്പിച്ച് നോക്കുന്ന അലോഷിയെ തല ഉയർത്തി നോക്കി കാത്തു അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കൈ രണ്ടും അവനെ ചുറ്റിപ്പിടിച്ചു. വല്ലാത്ത സമാധാനം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. എല്ലാം ഒന്ന് ആറിത്തണുത്തതുപോലെ. പക്ഷെ അപ്പോഴും അവനിൽ നിന്ന് താൻ മറച്ചു വെച്ച കുറച്ച് കാര്യങ്ങൾ കാത്തുവിന് അലോഷിയോട് പറയാൻ തോന്നി. എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്നറിയില്ലെങ്കിലും ഉറപ്പായും പറയണം എന്നവൾ ഉറപ്പിച്ചു. എന്താണ് പെണ്ണെ ഒരാലോചന? നെഞ്ചിൽ നിന്ന് കയറ്റിക്കിടത്തി അലോഷി കാത്തുവിൻ്റെ ചെവി തുമ്പ് കടിച്ചു. മുഖം അടർത്തി മാറ്റാതെ തന്നെ അവിടം കടിച്ചു നുണയുന്നത് അറിയെ കാത്തുവിൻ്റെ ശരീരമാകെ തരിപ്പ് പടർന്നു. അടങ്ങിയിരിക്കെ. അത് ആസ്വദിക്കുന്നുണ്ടെന്നപ്പോൾ കാത്തു പതിയനെ മൊഴിഞ്ഞു. ആ സുന്ദര നിമിഷങ്ങളെ ഒരു വാക്കുകൊണ്ട് പോലും നഷ്ടപ്പെടുത്താൻ കാത്തു ഒരുക്കമായിരുന്നില്ല. അവൻ്റെ സ്പർശനത്താലും ചൂടിനാലും ഉരുകാൻ കൊതിക്കുന്നൊരു മനസ്സ് അവളിൽ അന്നേരം കൊണ്ട് ഉടലെടുത്തിരുന്നു. അലോഷി ചിരിയോടെ അവളിൽ ചുറ്റിയിരിക്കുന്ന കൈ താഴേക്ക് ചലിപ്പിച്ചു. മുട്ടിന് മുകളിലായി നിൽക്കുന്ന ബാത്റോബ് ചൂണ്ടുവിരൽ കൊണ്ട് ഉയർത്തി. കാത്തു തല ഉയർത്തി അവനെ കൂർപ്പിച്ചു നോക്കി. ഞൊടിയിടയിൽ അലോഷി കാത്തുവിൻ്റെ മറിച്ചിട്ട് അവളുടെ മേലെ കൈകുത്തി നിന്നു. കാത്തു ചിരിയോടെ തന്നെ അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി പിടിച്ചു. എന്താണ്? വേദനിപ്പിക്കാൻ തോന്നാ എൻ്റെ തമ്മാടിക്ക്. അലോഷി കുനിഞ്ഞ് കഴുത്തിൽ ആഴത്തിൽ കടിച്ചു നുണഞ്ഞു. ഒപ്പം കൈകൾ ഊർന്നവളുടെ തുടയിൽ അമർത്തിപ്പിടിച്ചു. കാത്തു മൂളിക്കൊണ്ട് അലോഷിയുടെ മുഖം അവളുടെ കഴുത്തിലേക്ക് കൂടുതൽ അമർത്തി. ഒപ്പം അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് കാത്തുവിൻ്റെ വിരലുകളാൽ അടർന്നു മാറുന്നത് കാണെ അലോഷി തലപൊക്കി കിതച്ചു. വേദനിക്കും പെണ്ണെ. അലോഷിയിൽ വികാര തള്ളിച്ചയാൽ ശബ്ദം നേർത്തുപോയി. കാത്തുവിൻ്റെ അവസ്ഥയിൽ ഫിസിക്കൽ റിലേഷൻ പ്രശ്നമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും അലോഷിക്കെന്തോ പേടി തോന്നി. വാവക്ക് വേദനിക്കാതെ നോക്കിയാൽ മതി. അലോഷിയുടെ കണ്ണുകൾ തിളങ്ങി. കാത്തു ഒന്നുയർന്ന് അവൻ്റെ ചുണ്ടിൽ നേർമയായി മുത്തി. മുട്ടിന് താഴെ ചിത്രം വരച്ചു കൊണ്ടിരുന്ന വിരലുകൾ ബാത്റൂമിന് മേലെ കൂടി മുകളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയിരുന്നു.
ചൂണ്ടുവിരലുകൾക്കൊപ്പം അവൻ്റെ കൈ പത്തി മുഴുവനായി വയറിന് മുകളിലേക്ക് അരിച്ചു കയറിയ കാത്തുവിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ഇച്ചാ. കൈപ്പത്തി അവളുടെ ഇടതുമാറിൽ അമർന്ന നേരം കാത്തു വിറയലോടെ അവൻ്റെ ശരീരം വലിച്ചടുപ്പിച്ചു. അലോഷിയുടെ കണ്ണുകൾ വിടർന്നു. അവളുടെ ഫീലിങ്സ് എക്സ്ട്രീം ലെവലിൽ എത്തുമ്പോൾ മാത്രമാണ് അവളിൽ നിന്ന് ഈ പേര് പുറത്തേക്ക് വീഴുന്നത്. ആദ്യമായി പെണ്ണിൻ്റെ ചൂടറിയുമ്പോഴും പലയാവർത്തി അവൾ ഈ പേര് മൊഴിഞ്ഞിരുന്നു. വീണ്ടും അവന് അവളുടെ ആ ശബ്ദം കേൾക്കാൻ തോന്നി. യക്ഷിപ്പെണ്ണെ. അലോഷി കൊഞ്ചലോട് വിളിക്കെ കാത്തു കണ്ണുകൾ തുറന്നവനെ നോക്കി. ഒന്നുകൂടി വിളിക്ക്. അലോഷി അവളുടെ ചുണ്ടിനൊരു വശത്തായി ചുണ്ട് ചേർത്തു. വിളിപ്പിക്ക്. കാത്തു വശ്യതയോടെ അവൻ്റെ മിഴികളിൽ ഉറ്റുനോക്കി. ഏസിയുടെ തണുപ്പ് ശരീരത്തിലേക്ക് അടിച്ചു കയറിയതും കാത്തൊന്ന് കുളിർത്തുകൊണ്ട് ഞെട്ടി. അലോഷിയുടെ കള്ളച്ചിരി കാണെ കാത്തു പിടപ്പോടെ കണ്ണുകൾ താഴ്ത്തി നോക്കി. മുറുക്കി കെട്ടിവെച്ച ബാത്റൂബ് ഇരുവശത്തേക്ക് മാറിക്കിടക്കുന്നതും കണ്ണുകളൊഴിഞ്ഞുള്ള അലോഷിയുടെ നോട്ടവും കൂടെ കാണെ കാത്തു നാണത്താൽ പൂത്തുലഞ്ഞു പോയി. കവിളുകളിൽ രക്തം ഇരച്ചു കയറിയതുപോലെ ചുവന്നു തുടുത്തു. അലോഷി ആദ്യം തന്നെ ആ ചുവപ്പ് അവൻ്റെ ചുണ്ടുകളിൽ പകർത്തിയെടുത്തു. പല്ലുകളാൽ അവിടം കൂടുതൽ ചുവപ്പിച്ച് നാവിനാൽ മരുന്നേകി. കാത്തു ചിരിയോടെ അവൻ്റെ മുഖം കഴുത്തിലേക്ക് ചേർത്തു. കാത്തുവിൻ്റെ ഏറ്റവും ലോലമായ ഭാഗം കഴുത്തായിരുന്നു. മീശയും താടിയും കുത്തിയിറങ്ങുന്ന വേദനയിൽ കാത്തു ലഹരിക്ക് അടിമപ്പെട്ടതുപോലെ തളർന്നു പോയിരുന്നു. അലോഷിയുടെ ശരീരം പൂർണ്ണമായി അവൻ്റെ യക്ഷിപ്പെണ്ണിൽ അമർന്നു. കഴുത്തിൽ നിന്ന് അവനെ ഏറെ കൊതിപ്പിക്കുന്ന മാറിലേക്ക് ചുണ്ടും പല്ലും നാവും ചേക്കേറെ കാത്തുവിൽ നിന്ന് ശക്തമായ മൂളൽ പുറത്തു വന്നു. മുഖമിരിച്ച് താഴേക്ക് കൊണ്ടുവരെ അതുവരെ നിന്ന ആവേശം അലോഷിയിൽ പതിയെ കുറഞ്ഞിരുന്നു. കാമുകനിൽ നിന്നൊരൊറ്റ നിമിഷം കൊണ്ടവൻ വികാരങ്ങളെ അടക്കിപ്പിടിച്ച് ഒരച്ഛനായി മാറിയിരുന്നു. അലോഷി ഏറെ വാത്സല്യത്തോടെ വയറിലേക്ക് ചുംബിച്ചു. അവൻ്റെ ഭാവമാറ്റം അറിഞ്ഞതുപോലെ കാത്തു കണ്ണു തുറന്നു. പതിയെ, വളരെ പതിയെ വയറിൽ ചുണ്ടു ചേർക്കുന്നവനെ കാണെ കാത്തു അലോഷിയുടെ ഇരു കവളിലും കൈവച്ചു. അവൻ്റെ മുഖം അവൾക്ക് നേരെ ഉയർത്തി. വേദനിച്ചാലോ? അലോഷി കാത്തുവിൻ്റെ നോട്ടം മനസ്സിലായതുപോലെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പെട്ടെന്ന് കാത്തു അവൻ്റെ നെഞ്ചിൽ പിടിച്ച് അവനെ ബെഡിലേക്ക് തള്ളി. ഒന്ന് ചിന്തിക്കുന്നതിനുള്ള സമയത്തിന് മുന്നേ കാത്തു അവൻ്റെ ദേഹത്തേക്ക് കയറിയിരുന്നു. പിൻവാങ്ങാൻ കഴിയാത്ത നിലക്ക് അവളുടെ ശരീരം ചൂടുപിടിച്ചിരുന്നു. കാത്തു പെട്ടെന്നവൻ്റെ നെഞ്ചിലേക്ക് ചുണ്ടു ചേർത്ത് നുണഞ്ഞു. തരിച്ചുപോയി അലോഷി. താൻ മുൻകൈയെടുത്താലും അതിനെതിർക്കാതെ നിൽക്കുമെന്നല്ലാതെ അവളിൽ നിന്നൊരറ്റാക്ക് ഇതാദ്യമായിട്ടാണ്. എന്തുകൊണ്ടോ അലോഷിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവളെ അമർത്തിപ്പിടിച്ച് അലോഷി അവൾക്കായി അവൻ്റെ ചുണ്ട് വിട്ടു നൽകി. കാത്തു തന്നെ മുന്നിട്ടിറങ്ങി അലോഷിയിൽ നിന്നും അവളിൽ നിന്നും വസ്ത്രങ്ങൾ ഓരോന്നും അടർത്തി മാറ്റി. ചുണ്ടുകൾ വിട്ട് കാത്തു അവൻ്റെ കഴുത്തിൽ ചേക്കേറിയതും അലോഷി അവളെ കൂടുതൽ വരിഞ്ഞു മുറുക്കി. അവൻ്റെ വയറിൻ്റെ ഓരോ മടക്കിലും അവളുടെ ചുണ്ടുകൾ ഓടി നടന്നു. ഇരുവരും മറ്റൊരു ലോകത്തേക്ക് എത്തപ്പെട്ടിരുന്നു. അലോഷിയുടെ മുഴുവൻ പ്രണയവും സ്നേഹവും അവളിലേക്ക് പടർത്തി. അവൻ അവൻ്റെ കയ്യിൽ പിടിൽ ഒതുക്കി. കാത്തുവിൽ നിന്ന് നിശ്വാസം നേർത്ത തേങ്ങയിലേക്ക് വഴിമാറി അലോഷി അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞു പിടിച്ചു. ഒരു കൈകൊണ്ട് വയറിൽ നേർമയായി തലോടി. ഏതാനും നിമിഷങ്ങൾക്കപ്പുറം ഇരുവരും ആ നിമിഷം ആസ്വദിക്കാൻ തുടങ്ങി. പലയാവർത്തി അവൻ്റെ യക്ഷിപ്പെണ്ണ് അവന് പേര് ചൊല്ലി വിളിച്ചു. അലോഷിയുടെ പുറമാകെ കാത്തുവിൻ്റെ നഖം കൊണ്ട് പോറൽ വീണു. വെട്ടിവിറച്ചുകൊണ്ട് കാത്തുവിൻ്റെ നെഞ്ചിലേക്ക് അലോഷി കിതപ്പോടെ വീണതും കാത്തു അവൻ്റെ നെറ്റിയിൽ മുകർന്ന് അവനെ ചേർത്ത് പിടിച്ചു. അവളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ ചുണ്ടുകൊണ്ട് ഒപ്പിയെടുക്കെ അലോഷിയുടെ കരങ്ങൾ അവളെ വളരെ മൃദുവായി തലോടി. അവളിൽ നിന്ന് ഇറങ്ങിക്കിടന്ന് വലതു കൈയിൽ കാത്തുവിനെ ചെരിച്ചു കിടത്തിയവൻ ക്ഷീണത്താൽ അടഞ്ഞുപോകുന്ന മിഴികളിൽ അമർത്തിമുത്തി അലോഷിയും തിരിഞ്ഞവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തിവെച്ചു. ഇച്ച. കാത്തു അലോഷിയുടെ നെഞ്ചിലെ രോമത്തിൽ വിരൽ ചുറ്റി. അലോഷി അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്താതെ തന്നെ ചോദ്യഭാവത്തിൽ മൂളി. അച്ചാച്ചൻ്റെ ഫ്രണ്ടാണ് ഇസയും വിനായകനും മൈക്കിൾ അച്ചായനുമൊക്കെ. കാത്തു കാര്യങ്ങൾ പറയാനെന്ന പോലെ തുടക്കം നൽകി. അലോഷി മറുപടി ഒന്നുമില്ലാതെ കിടക്കുന്നത് കാണെ കാത്തു ധൈര്യത്തിൽ നിന്നപ്പോൾ കണ്ണുകൾ ഇറക്കെ മൂടിയൊന്ന് നിശ്വസിച്ചു. ഞാൻ പറഞ്ഞിട്ടാ ഇസയും അച്ചായനുമൊക്കെ അന്നങ്ങനെ അലക്സിച്ചായനോട്. കാത്തുവിൻ്റെ ശബ്ദം വിറച്ചുപോയി. ജെറിയുമൊത്തുള്ള ഐസക്കിൻ്റെയും വിനായകൻ്റെയും മൈക്കിളിൻ്റെയുമെല്ലാം സൗഹൃദത്തിൻ്റെ കഥയവൾ പറഞ്ഞു തുടങ്ങി. ആ കഥയിൽ എവിടെയോ ഐസക്കോ അവൻ്റെ പ്രണയമോ കളങ്കപ്പെടുത്തിയില്ല. നിറഞ്ഞു നിന്നതത്രയും ജെറിയുടെയും മൂവരുടെയും സൗഹൃദമായിരുന്നു. അലോഷിക്ക് സംശയം തോന്നിയെങ്കിലും മനസ്സുകൊണ്ട് പോലും കാത്തു ഐസക്കിൻ്റെ പ്രണയം ചിന്തിക്കരുതെന്ന ചിന്ത അവനെ കടന്നുപിടിക്കെ അലോഷി ആ ചോദ്യം ഉള്ളിലൊതുക്കി അവളെ അവനോട് കൂടുതൽ അടുപ്പിച്ചു. കാത്തു അവൻ്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി നോക്കി. മുകളിലോട്ട് നോട്ടമിട്ട് കിടക്കുന്നവൻ്റെ കണ്ണിൽ അരണ്ട വെളിച്ചത്തിൽ കണ്ട അനേകം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനെന്ന പോൽ കാത്തു നിശ്വസിച്ചു. അച്ചാച്ചൻ്റെ മരണശേഷം ബെന്നിയുടെ വിവാഹാലോചനയുമായി ചെറിയ പപ്പ വരുമ്പോൾ എതിർത്ത് പറയാൻ ഹൃദയത്തിന് കാരണമുണ്ടായിട്ടും നാവുകൾ മൗനം പാലിച്ചു. മരവിപ്പായിരുന്നു. താൻ സ്നേഹിക്കുന്നവൻ മറ്റൊരുവളെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൻ്റെ പകപ്പ് അല്ല.
അങ്ങനെ തെറ്റിദ്ധരിച്ചതിൻ്റെ മരവിപ്പ്. അതുകൊണ്ട് നിശബ്ദയായി പോയ എൻ്റെ മൗനത്തെ ബെന്നിയുമായുള്ള മനസ്സമ്മതം വരെ കൊണ്ടെത്തിച്ചു. പക്ഷെ അന്ന് ഇച്ചായൻ മനസ്സമ്മതം മുടക്കി പ്രശ്നമുണ്ടാക്കുമ്പോൾ ഉള്ളിലൊരു സമാധാനം നിറഞ്ഞപ്പോഴും മനഃപൂർവ്വം ഇച്ചായൻ്റെ വാശി ജയിക്കാനാവും അന്നങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് കരുതി ദേഷ്യം തോന്നി. ആ ദേഷ്യത്തിൻ്റെ പുറത്ത് മാത്രമാ ഒന്നും ആലോചിക്കാതെ ഈ വീട്ടിലേക്ക് ആദ്യമായി ഇടിച്ചു കയറി വരുന്നത്. അധികാരം സ്ഥാപിക്കാൻ നോക്കിയത് അന്നയെ വേദനിപ്പിക്കാൻ ശ്രമിച്ചത്, നമ്മുടെ കുഞ്ഞിയെ പോലും സംശയിച്ചത്. കാത്തു കരയുക തന്നെയായിരുന്നു. മനസ്സിൽ നിറഞ്ഞ തെറ്റിദ്ധാരണയുടെ പേരിൽ കാണിച്ചു കൂട്ടിയതൊന്നും മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ്. മനസ്സിലാക്കാനും ചോദിച്ചറിയാനും ഒരുപാട് വഴികളുണ്ടായിട്ടും ജോഷുവയുടെ വാക്ക് കേട്ട് അന്നയെ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചത്, കുഞ്ഞാലോഷിയുടെ കുഞ്ഞാണെന്ന് കരുതിയത്, തൻ്റെ സ്വന്തം ചോരയെപ്പോലും സംശയിച്ചത്, ഒടുവിൽ വാക്കുകളാൽ നോവിച്ച് അന്നയെ അന്നാ രാത്രി ഇറക്കി വിട്ടതോർക്കെ കാത്തു ഇപ്പോഴെന്ന പോൽ വിറച്ചുപോയി. തൊണ്ടയോളമെത്തിയ സങ്കടം ചുണ്ടുകൾ കൊണ്ട് കടിച്ചു പിടിച്ചവൾ ബെഡിലേക്ക് ഇറങ്ങിക്കിടന്നു. കാത്തു പെട്ടെന്ന് അവനിൽ നിന്ന് മാറിക്കിടന്നതും അലോഷി ഒന്നും മിണ്ടാത്തവളുടെ കഴുത്തിൽ മുഖം അമർത്തിവെച്ചു. അവനിലും എന്തെല്ലാമോ ചിന്തകൾ നിറയുന്നുണ്ടായിരുന്നു. അന്നയോടൊന്ന് കാത്തു അത്രയും ചെയ്യാൻ ഒരു കണക്കിന് താനും കാരണമാണ്. അവളോട് അന്ന തനിക്ക് ആരാണെന്ന് കുറച്ചു മുന്നേ പറയേണ്ടതായിരുന്നു. അല്ല, അന്ന തനിക്ക് ആരായിരുന്നെന്ന് ഇപ്പോഴും അവളെനിക്ക് ആരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം തനിക്കില്ല. അന്നും ഇല്ലായിരുന്നു, ഇന്നും ഇല്ല. ആദ്യം കുറ്റബോധം തോന്നിയെങ്കിലും പെടുന്നനെ അലോഷി അവനിലുള്ള ചിന്തയെ തട്ടിയകറ്റി. അവൻ കരയുന്ന പെണ്ണിനെ ചേർത്ത് പിടിച്ച് തലോടി കൊടുത്തു. ഹൃദയം അത്രമേൽ ഇച്ചായനെ കൊതിച്ചപ്പോൾ കണ്ട കാഴ്ച അതായിരുന്നു. അന്നയോട് ഇത്ര കണ്ട് വെറുപ്പ് തോന്നാൻ കാരണം. പക്ഷെ അപ്പോഴും ഇച്ചായനോട് എനിക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല. എല്ലാം അന്നയോടായിരുന്നു. അവിടെ വന്ന് കഴിഞ്ഞിട്ടും ഇച്ചായൻ എനിക്കുമേൽ അവളോട് കാണിക്കുന്ന സ്നേഹവും കരുതലും എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഇച്ചായൻ എന്നോട് സ്നേഹമില്ലെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കെയാണ് മനസ്സമ്മതം മുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അയാളും ബെന്നിയും എന്നെ കാണാനൊരു ദിവസം ഹോസ്പിറ്റലിൽ വരുന്നത്. കാത്തുവിൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ടിരുന്ന അലോഷിയുടെ കൈകളൊന്ന് നിലച്ചു. അവൻ മുഖമുയർത്തി അവളെ നോക്കി. കാത്തു അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് നെറ്റിയിൽ മുത്തി. ശേഷം അവളുടെ മാറിൽ ചേർത്ത് പിടിച്ചു. ബെന്നിയുമായി അയാൾ വന്നിരുന്നു. ബെന്നിയുമായുള്ള മനസ്സമ്മതം ഇച്ചായൻ നടത്തിക്കാത്തതിൻ്റെ പേരിലാണ് ഞാനിവിടേക്ക് വന്നതെന്ന് വിശ്വസിച്ച് തന്നെയായിരുന്നു അവരും അന്നെന്നെ കാണാൻ വന്നത്. ബെന്നി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അയാൾ ഏറ്റുപറഞ്ഞു. അന്ന് ആ രാത്രി അലോഷിയെ കൊല്ലാൻ വെച്ച കെണിയിൽ അകപ്പെട്ടത് പാർത്തിയാണെന്നും അവന് പകരം മറ്റൊരു സാധുവാണ് മരിക്കാൻ ഇടയായതെന്നും അയാൾ വളരെ അഭിമാനത്തോടെയായിരുന്നു പറഞ്ഞത്. അലോഷിക്ക് വല്ലാത്ത ഹൃദയവേദന അനുഭവപ്പെട്ടു. പലയാവർത്തി പറഞ്ഞു പഠിപ്പിച്ചിട്ടും മനസ്സ് വീണ്ടും നോവാൻ തയ്യാറെടുക്കുന്നത് പോലെ ഓരോ തവണ അലക്സാണ് അവനെ കൊല്ലാൻ നോക്കിയതെന്നറിയുമ്പോഴും കത്തിയാൽ ഹൃദയം വരഞ്ഞുകീറിയ വേദന തോന്നുന്നു. അലോഷിയുടെ കണ്ണിൽ നനവൂറി. ആ നിമിഷം ഞാൻ മനസ്സിലാക്കി എനിക്ക് നീ ആരാണെന്ന്. ദേഷ്യമല്ലാതെ നിന്റെ കണ്ണിലും അന്നത്തേക്ക് ശേഷം എന്നോട് തെളിഞ്ഞ ഭാവത്തിൽ നിന്ന് ഇച്ചായനും ഞാൻ ആരാണെന്ന സത്യം എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഒരുപാട് സന്തോഷം തോന്നി എനിക്ക്. പക്ഷേ അപ്പോഴും ഇടയ്ക്കിടെ മനസ്സിൽ മിന്നിമായുന്ന അന്നയോടുള്ള കാരണമറിയാത്ത ദേഷ്യം എന്നെ വലച്ചിരുന്നു. അതിനുള്ള ഉത്തരവും എന്നെ അറിയിച്ചത് അയാളായിരുന്നു. അയാൾ വഴി ബെന്നിയാണ് എന്നോട് അച്ചാച്ചൻ്റെ മരണത്തിന് പിന്നിൽ അന്നയാണെന്ന് പറയുന്നത് കേട്ട പാതി വിശ്വസിക്കാതിരിക്കാൻ അന്നയ്ക്ക് എൻ്റെ മനസ്സിൽ അത്ര വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും മനസ്സിലേറെ സ്ഥാനം പിടിച്ച് ഇച്ചായനോട് ചോദിക്കാൻ എന്തുകൊണ്ടോ മനസ്സ് മടിച്ചു. അതിനുള്ള ഉത്തരം അലക്സ് തന്നെ തന്നു. ജെറിയുടെ മരണത്തിന് പിന്നിൽ അന്നയാണ്. അവളുടെ തെറ്റ് മറച്ചു വെച്ചവളെ സംരക്ഷിക്കുന്നത് അലോഷിയും. കാത്തുവിൻ്റെ ശരീരം വിറച്ചു. ഏങ്ങിക്കരയുന്നവളെ അടക്കി പിടിച്ച് അലോഷിയും കിടന്നു. പെണ്ണെ, എനിക്ക് പറയണം ഇച്ചായ, എനിക്ക് പറയണം. തടയാൻ ശ്രമിച്ച അലോഷിയുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി വെച്ചവൾ സങ്കടങ്ങളെല്ലാം പറഞ്ഞു തീർക്കട്ടെ എന്നവനും കരുതി. ഇതുപോലൊരു തുറന്നു പറച്ചിലാണ് പരസ്പരം അവർക്കിടയിൽ ഇല്ലാതിരുന്നത്. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാൻ കാരണവും അത് തന്നെയാണ്. ഒരു നിമിഷം വിശ്വസിച്ചു പോയി. പക്ഷേ ബെന്നി അന്നെൻ്റെ ഫോൺ വാങ്ങി മെസ്സേജ് അയച്ചതൊന്നും സത്യമായും ഞാൻ അറിഞ്ഞിരുന്നില്ല. എത്രയും വേഗം വീട്ടിലൊന്ന് വരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അന്നയെ കണ്ടതും അവളോട് പലതും പറഞ്ഞതൊക്കെ ഇപ്പോഴും നേരെ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ആകെ ഒരു മരവിപ്പായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയും എനിക്ക് ദേഷ്യം തോന്നിയത് അന്നയോട് മാത്രമായിരുന്നു. അവളന്ന് ഇറങ്ങിപ്പോയിട്ടും കുറ്റബോധമൊന്നും തോന്നിയില്ല. പക്ഷേ ഞാനാണ് ബെന്നിയോട് ഇച്ചായനെ കൊല്ലാൻ ഏൽപ്പിച്ചതെന്ന് വിശ്വസിച്ച് ദേഷ്യപ്പെടുമ്പോൾ അന്നയെ ഇറക്കിവിട്ടതിന് പകരമായി എന്നെയും ഇറക്കിവിടുമ്പോൾ ഞാൻ അറിഞ്ഞു തെറ്റ് ചെയ്യാതെ തെറ്റുകാരിയായി നിൽക്കേണ്ടി വരുന്നവളുടെ മാനസികാവസ്ഥ. മൂഢസത്യത്തിൻ്റെ തോട് എന്നിൽ നിന്ന് അടർന്നു വീണത് ആ രാത്രിയിലായിരുന്നു.
പിന്നീടറിഞ്ഞ സത്യങ്ങൾ എന്നെ ഓരോ ദിനവും തളർത്തിക്കൊണ്ടേയിരുന്നു. അച്ചാച്ചൻ്റെ മരണം, അവൻ്റെ പെണ്ണ്, അവൻ്റെ കുഞ്ഞ്, അവളെ സംരക്ഷിച്ച അന്നയെ ജീവനായി കാണുന്ന ഇച്ചായൻ, അവളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന പാർത്തി. ഇത്രയും നാൾ ഞാനായി കെട്ടിയുണ്ടാക്കിയ തെറ്റായ ധാരണയുടെ പേരിൽ നിങ്ങളോട് കാണിച്ചു കൂട്ടിയതൊക്കെ ഓർത്ത് സ്വയം ലജ്ജ തോന്നി. ഇനി ഒരിക്കലും ഇച്ചായൻ്റെ അടുത്തേക്ക് വരില്ലെന്ന് ഞാൻ എനിക്ക് തന്നെ വാക്കുകൊടുത്തു. കാത്തു പറഞ്ഞു നിർത്തി അലോഷ്യ അവളെ നോക്കി.